എല്ലാവർക്കും നമസ്കാരം. പറോലല്ലോസ് ഫാമിലീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മൂത്ത പുത്രൻ പക്കു. ഇവന് 8 വയസ്സായി. ചെറിയ വാവയിൽ നമ്മൾ പയ്യാമ്പലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇവൻ്റെ പ്രത്യേകത. ഇവൻ ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം നമ്മൾ വാരി കൊടുക്കണം. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയെല്ലാം ഉണ്ട്. സ്വന്തമായി കഴിക്കണമെങ്കിൽ ഇവർക്കുള്ള സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ സ്വന്തമായി കഴിക്കുള്ളൂ. പാല് സ്വന്തമായി കുടിക്കൂ. അല്ലാണ്ട് ഭക്ഷണമായിട്ടൊന്നും സ്വന്തമായി കഴിക്കൂല. എല്ലാം വാരി കൊടുക്കണം. പിന്നെ ഭയങ്കര കെയറിങ് ആണ്. താഴെയുള്ള 3 ആളെ നന്നായി ശ്രദ്ധിക്കും. പുറത്ത് പോയാൽ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കി ഒച്ചയെല്ലാം ആക്കും. അങ്ങനെ ഭയങ്കര കെയറിങ് ആണ്. ഭയങ്കര സ്നേഹമാണ്. ആള് സ്മാർട്ടാണ്. ആള് ഇനി വരുന്നത് ഇവൻ രണ്ടാമത്തെ പുത്രൻ റോക്കി വാവ. റോക്കി വാവ എന്താണെന്ന് വെച്ചാൽ ഇവനെ നമ്മൾ പയ്യാമ്പലത്തിൽ തന്നെ കൊണ്ടുവന്നതാണ്. ഇവനും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമാണ്. റോക്കി വാവക്ക് ഏകദേശം 4 വയസ്സ് ആകാൻ പോകുന്നു. നല്ല മോനാണ് റോക്കി വാവ. ഭയങ്കര പേടിയാണ് ഇവന്. അതാണ് ഇവൻ്റെ പ്രശ്നം. മറ്റുള്ള ആളുകളിൽ ഇതൊന്നല്ല, ഇടി വെടി അതെല്ലാം ഭയങ്കര പേടിയാണ്. പിന്നെ ഓവർ സൗണ്ടുള്ള കാര്യങ്ങൾ ഭയങ്കര പേടിയുള്ള സംഭവമാണ്. അപ്പോൾ കിട്ടുകിട്ട വെറുത്ത് ശരീരം തണുത്ത് പോകും. നേരെ ഓടി കട്ടിലിൻ്റെ അടിയിലേക്ക് പോകുന്ന ആളാണ് റോക്കി വാവ. ഇത് നമ്മളെ 3ാമത്തെ പുത്രി. ഒരേ ഒരു പുത്രിയേ ഉള്ളൂ, ലക്കി വാവ. ലക്കി വാവ എന്ന് വെച്ചാൽ ലക്കി വാവേൻ്റെ കൂട്ടത്തിൽ ആകെ 11 കുട്ടികളുണ്ടായിന്. ഏതോ ഒരു ദുഷ്ടൻ, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, പ്രസവിച്ച് കണ്ണ് തുറക്കാത്ത സമയത്ത് സഞ്ചിയിലാക്കിയിട്ട് മഴയും വെയിലും ഉള്ള സമയത്ത് പയ്യാമ്പലത്ത് കൊണ്ടുപോയി തള്ളിയതാണ്, കൊണ്ടിട്ടതാണ്, അങ്ങനെ പറയാം, കൊണ്ടിട്ടതാണ് ലക്കി വാവേന. അപ്പോൾ ഇവരെല്ലാവരും രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരും ചത്തുപോയി. അമ്മേൻ്റെ പാലൊന്നും കിട്ടാണ്ട് അവർക്ക് പ്രതിരോധ ശേഷിയൊന്നുമില്ല. മഴയും വെയിലും കൊണ്ട് അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കിട്ടീനേനും. പരമാവധി ശ്രമിച്ചാൽ ഇവള് മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇവളെ കാലിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ബാക്ക് 2 കാലും വളഞ്ഞു പോയിന്. അപ്പോൾ പാലൊന്നും കിട്ടാണ്ട് പെട്ടെന്നൊരു പനി വന്ന് പനിയിൽ അങ്ങനെ ആയിപ്പോയതാണ് കാല്. പക്ഷെ ആള് ഭയങ്കര ആളാണ്. സൗണ്ട് കൂടുതലാണ്, ദേഷ്യം കൂടുതലാണ്, സ്നേഹം കൂടുതലാണ്, പേടിയും കൂടുതലാണ്. മറ്റുള്ള വണ്ടി അങ്ങനെയെല്ലാം വന്ന് വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, ഭയങ്കര സ്നേഹമാണ്. അതാണ് ഇവളെ പ്രത്യേകത. ഇത് ലൂക്ക വാവ. ലൂക്കേനെ കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ദുഷ്ടനായ ഒരാൾ കൊണ്ടുപോയി ഇളക്കിയതാണ്. അങ്ങനെയാണ് ലൂക്കേനെ കിട്ടിയത്. ഒരാഴ്ചയോളം നമ്മുടെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ പുറമേ ഇഷ്ടംപോലെ നായ്കളെല്ലാം ഉള്ളതാണ്. പക്ഷേ ഞാൻ ഭക്ഷണം കൊടുക്കുന്ന നായ്ക്കുട്ടികളായതുകൊണ്ട് അവരാരും ഇവനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എക്സ്ട്രാ നായ്കൾ കൂട്ടത്തോടെ വരുത്തുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇവനെ കണ്ടില്ല. ഒരാഴ്ചയോളം. എന്നാലും എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് ഭക്ഷണം കൊടുക്കൽ. ഇവിടെ ഓടി വരും, മുറ്റം വരെ വരും. അപ്പോൾ ഇവർ രണ്ടാളും പക്രു റോക്കിയെല്ലാം പരിചയമില്ലാത്തതുകൊണ്ട് ഒച്ചപ്പാടാക്കും. അപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റായിട്ട് ഇവൻ്റെ സ്നേഹവും അങ്ങനെയായിരുന്നു. എന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹം, അങ്ങനെയുള്ള സ്നേഹം പ്രകടിപ്പിച്ചാന്ന് വരിക. സഹിക്കാൻ പറ്റായിട്ട് ഞാനെടുത്ത് ലൂക്കാന്ന് പേരിട്ട് സുന്ദരവാവിയായിട്ട് ഇപ്പോൾ ഉറക്കത്തിലാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നതാണ് എല്ലാവരും. റോക്കി വാവിയെല്ലാം ഉറക്കാന്ന്. എല്ലാവർക്കും നല്ല ഉറക്കം വന്ന്. ഇതെല്ലാമാണ് നമ്മളെ കാര്യങ്ങൾ. ഇവർ 4 ആളാണ് നമ്മളെ വീട്ടിലിപ്പോൾ ഉള്ളത്. പിന്നെ കുറച്ച് പൂച്ചക്കുട്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരെല്ലാം ഇടുന്നോ വന്നതാണ്. ഇവരാണ് ഇപ്പോൾ പറോലല്ലോസ് ഫാമിലീസ് എന്നുള്ള പേര് വന്നത്. പക്രു, റോക്കി, ലക്കി, ലൂക്ക, അവരെ ഫസ്റ്റ് അക്ഷരമാണ് പറോലല്ലോസ് ഫാമിലി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ.